ഇന്നലത്തെ മലയാള മാധ്യമങ്ങളിലൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്ത് വെച്ച് മറ്റൊരു മലയാളി മെഡിക്കൽ വിദ്യാർത്ഥി തല്ലിക്കൊന്നു. ആലോചിക്കുക, എത്ര ഭീകരമായിട്ടുള്ള ഒരവസ്ഥയാണ്. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് മലയാളികൾക്കുള്ളത്. കുറച്ചു ദിവസം മുമ്പ് മലയാള മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്ത വന്നിരുന്നു. മലപ്പുറം ജില്ലക്കാരനായ മുഹമ്മദ് സനൂഫ് എന്ന ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, കേരളത്തിൽ എയർപോർട്ടിൽ, എനിക്ക് തോന്നുന്നു കരിപ്പൂർ എയർപോർട്ട് വന്ന് ഇറങ്ങുന്നു. അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ട വ്യക്തിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട മുഹമ്മദ് സനൂഫ്. ആ പോസ്റ്റ് ഇട്ടത് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രാമചന്ദ്രൻ എന്ന വ്യക്തിയുടെ മകളുടെ പോസ്റ്റിന് പ്രതികരണമായിട്ടാണ് മേൽപ്പടിയാൻ ആ പോസ്റ്റ് ഇട്ടത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത മലയാള പത്രങ്ങളിലുണ്ടായിരുന്നു. ദക്ഷിണ ലണ്ടനിൽ ഒരു മലയാളിയെ, അതായത് അരവിന്ദ് കുമാർ എന്ന മലയാളിയെ മലപ്പുറം ജില്ലക്കാരനായ മറ്റൊരു മലയാളിയും സൽമാൻ സലീം കുത്തിക്കൊന്നു. അരവിന്ദ് സൽമാനോട് പ്രത്യേകിച്ച് ഒരു ദ്രോഹവും ചെയ്തിരുന്നില്ല. സൽമാന് വളരെ ബുദ്ധിമുട്ടായിരുന്നു ലണ്ടനിൽ താമസിക്കാൻ. അപ്പോൾ സ്വന്തം വീട്ടിൽ വിളിച്ചു കയറ്റി താമസിച്ചു. ഒരുപക്ഷെ വാടക കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ തന്റെ ഫ്ലാറ്റ് ഷെയർ ചെയ്യാൻ അനുവദിച്ചു. എന്താണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? കേരളം നമ്മൾ വിചാരിക്കുന്നത്ര, അല്ലെ മലയാളികൾ നമ്മൾ വിചാരിക്കുന്നത്ര സുന്ദരമായ മനസ്സും ചിന്തകളും ഒന്നും ഉള്ളവരല്ല. പണ്ടൊക്കെ കേരളത്തിന് പുറത്ത് നമ്മൾ പോയാൽ മലയാളം സംസാരിക്കുന്ന ഒരാളിനെ കണ്ടാൽ നമുക്ക് വലിയൊരു സന്തോഷം വരും. അല്ലാത്ത അനുഭവങ്ങളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്നത് അങ്ങനെയല്ല. മലയാളിയെ കുറിച്ച് തമിഴന്മാരൊരു അവരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്: മലയാളി കൊലയാളി താനിടാ, അവനെ നമ്പിക്കൂടത്. ഇത് ശരിയാവുകയാണോ? ഒരു സമൂഹം മൊത്തം അങ്ങനെ മാറണമെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കണം? അവിടുത്തെ ഒരു ബ്രോക്കൺ സൊസൈറ്റി എന്ന് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്. അത്തരം ഒരു സമൂഹമായിട്ട് കേരളം മാറി. നമ്മുടെ കാപട്യങ്ങളും ആത്മവഞ്ചനകളും നമ്മുടെ യുവാക്കളെ വഴിതെറ്റിച്ചു. എന്താണ് കേരളത്തിന് സംഭവിച്ചത്? കേരളത്തിന്റെ പരസ്പര സൗഹാർദ്ദവും സാഹോദര്യവും ഒക്കെ എവിടെയാണ് നഷ്ടപ്പെട്ടത്? നമുക്ക് ഒന്ന് നിഷ്പക്ഷമായി പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. നമ്മുടെ വിശകലനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന: ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, പലപ്പോഴും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ മടിക്കുന്ന വസ്തുതകളായി കാണുന്ന നിഷ്പക്ഷമായ വിലയിരുത്തലുകളോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവായി എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക. നമുക്ക് മാറുന്ന സത്യസന്ധമായി ഉള്ള ആത്മപരിശോധനകൾക്ക് ഒരിടമാക്കി ഇവിടെ മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഈ സംഭവങ്ങളിൽ നിന്നും അതുപോലെ അതിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. പഴയ കാലത്തൊക്കെ കേരളം വിട്ടു നമ്മൾ പോയി കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ നമുക്ക് വലിയ ആശ്വാസമാണ്. കാരണം പിന്നീട് നമുക്ക് നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമുക്ക് ആ ആളിനോട് സംസാരിക്കാം. അത് ഇനി ഒരുപക്ഷെ കേരളത്തിൽ വെച്ച് എത്ര പ്രശ്നക്കാരനായ വ്യക്തിയാണെങ്കിലും കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ സ്വന്തം നാട്ടുകാരനെ കണ്ടു കഴിയുമ്പോൾ സ്വന്തം നാട്ടുകാരനായ മറ്റൊരാളോട് അയാൾ ചതി കാണിക്കില്ല. ഞാൻ കേരളം വിട്ട് തൊഴിലെടുക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഡൽഹിയിൽ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഗൾഫിൽ മസ്കറ്റിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മലയാളം സംസാരിക്കുന്ന ആൾക്കാരോട് നമുക്കൊരു വല്ലാത്ത ആത്മബന്ധമാണ്. നമുക്ക് മറ്റൊന്നും നമ്മൾ ചോദിക്കാറില്ല. ഒരു മലയാളിയെ നമ്മൾ മുറിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മറ്റൊന്നും ചോദിക്കാറില്ല. കൂടുതൽ സംഭവങ്ങളും അങ്ങനെയാണ്. പക്ഷെ അല്ലാത്ത സംഭവങ്ങളും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ സ്വർഗമൊന്നുമല്ല, ദൈവത്തിന്റെ സ്വന്തം നാടുമൊന്നുമല്ല, അങ്ങനെ ഞാൻ തെറ്റിദ്ധരിക്കുന്നില്ല. പക്ഷെ എങ്കിലും ഭൂരിഭാഗം മലയാളികളും പരസ്പരം സ്നേഹിക്കും. കാരണം എന്നോട് വടക്കേന്ത്യക്കാർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഈ മലയാളികൾ തമ്മിൽ ഇത്രയധികം ബോണ്ടിങ് എന്തുകൊണ്ടാണെന്നുള്ളത്. അവർക്ക് പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ വെച്ചൊക്കെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞാൻ തന്നെ ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ ന്യൂഡൽഹിയിലെ കരോൾ ബാഗിലെ അജ്മൽ ഖാൻ
മാർക്കറ്റില് അവിടെ പദം സിംഗ് റോഡ് എന്ന് പറഞ്ഞൊരു ലെയിനുണ്ട്. അവിടെ ഒരു മലയാളി കടയിലിരുന്നിട്ട്, അവിടെയായിരുന്നു പണ്ട് പണിക്കേഴ്സ് ട്രാവൽസിന്റെ ഒക്കെ ഓഫീസ്. അപ്പൊ അവിടെ ഇരുന്ന് ഞാൻ ആ ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ എതിരെ ഇരിക്കുന്ന ഒരാള് അതീവ ദുഃഖിതനും, ഒരു ചെറുപ്പക്കാരനാണ്. എന്നൊക്കെ ആ സമയത്ത് എനിക്കൊരു 10-26 വയസ്സുണ്ട്. ആ മറ്റേ ചായ കുടിക്കുന്ന ഒരു പയ്യന് ഞാൻ നോക്കിയിട്ട് ഒരു 22 വയസ്സൊക്കെ കാണുകയുള്ളൂ. പക്ഷെ അയാളുടെ മുഖത്ത് ദുഃഖം ഘനീഭവിച്ചു നിൽക്കുന്നു. അപ്പോ ഞാൻ അയാളെ നോക്കി ചിരിച്ചു. അയാൾ ഇങ്ങനെ എന്നെ സംശയത്തോടു കൂടി നോക്കുന്നുണ്ട്, ഞാൻ മലയാളിയാണോ അല്ലയോ എന്നുള്ള അത് അയാൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ അയാൾ എന്നെ സംശയത്തോടു കൂടി നിന്നു. ഞാൻ ഉടത്താൻ എനിക്ക് മനസ്സിലായി ഇയാൾ മലയാളിയാണെന്ന്. ഞാൻ മലയാളത്തിൽ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ട് വിശേഷം എന്ന് ചോദിച്ചു. അയാൾ പെട്ടെന്ന് അന്നേരം അപ്പോൾ അയാളുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ തൊട്ടടുത്താണ് താമസിച്ചത്. അവിടെ ഞാൻ എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്നോട് അയാൾക്ക് സംഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞു. ഡൽഹിയിൽ തൊഴിൽ അന്വേഷിച്ച് വന്ന ആളാണ്, കോഴിക്കോട് ജില്ലക്കാരനാണ്, കൊയിലാണ്ടിക്കാരനാണ്. ഞാനിപ്പോഴും അതൊക്കെ ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചു പോകാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. അന്ന് എനിക്ക് തോന്നുന്നു 500-550 രൂപ കൊടുത്താൽ ഒരു സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് റെയിൽവേയിൽ കിട്ടും. ഞാൻ അദ്ദേഹത്തിന് ആ പൈസ കൊടുത്തു. അദ്ദേഹം വലിയ നന്ദിയോടുകൂടി ആ പൈസ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. അത് കാണേണ്ട ആവശ്യമില്ല. ഒരു മലയാളി വേറെ മലയാളിയെ സഹായിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യമൊന്നുമല്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എനിക്ക് അതുപോലെ ഒരുപാട് ആൾക്കാരെ പൈസയൊന്നും സഹായം എനിക്ക് ആവശ്യമില്ലായിരുന്നു. എങ്കിലും പല രീതിയിലും എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. മലയാളികളല്ലാത്തവരും സഹായിച്ചിട്ടുണ്ട്. അതും ഞാൻ മറക്കുന്നില്ല. അപ്പോ അങ്ങനെയായിരുന്നു. പക്ഷെ ഒരിക്കല് അല്ലാത്തൊരു സംഭവം ഞാൻ ഡൽഹിയിൽ വെച്ച് തന്നെയാണോ, ഞാൻ ഒരിക്കലും രോഹിണി വഴി ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പുറകിലിരിക്കുന്ന ആള് നാട്ടിൽ എന്തോ കുറ്റകൃത്യം നടത്തിയിട്ട് വന്ന ആളാണ്. അയാൾക്ക് എന്നെ കണ്ടിട്ട് മലയാളിയാണോ എന്ന് 100% ഉറപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ അയാൾ പതുക്കെ 1-2 വാക്കുകൾ മലയാളത്തിൽ എന്നോട് സംസാരിച്ച് ഞാൻ മറുപടി പറയുമോ എന്ന് ശ്രദ്ധിച്ചു. ഞാനില്ല ബുദ്ധിപൂർവ്വം ഞാൻ മറുപടി പറഞ്ഞില്ല. അയാളൊരു ക്രിമിനലാണ്. അപ്പോൾ നാട്ടിൽ എന്തോ കുറ്റകൃത്യം ചെയ്തിട്ട് ഡൽഹിയിൽ വന്ന് താമസിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ സൈലന്റ് ആയിട്ട് അവിടെ നിന്ന് ഞാൻ മാറിക്കളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നതല്ല. ഞാൻ ഇതുപോലൊക്കെ എന്തെല്ലാം സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മലയാളികളെ ഞാൻ മസ്കറ്റില് ഒരു സ്ഥലം കണ്ടുപിടിക്കാനായിട്ട് ഞാനൊരു ഷെയർഡ് ടാക്സി യാത്ര ചെയ്യുന്നു. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ മലയാളിയാണ്. ഉടൻ തന്നെ അദ്ദേഹം എന്നോടൊപ്പം ആ സ്റ്റോപ്പിൽ ഇറങ്ങുകയും എന്നെ ആ സ്ഥലത്ത് കൊണ്ടുവിടുകയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള അതാണ് പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം. പക്ഷെ ഇന്ന് ആ സ്നേഹമില്ല. ഇന്ന് കേരള സമൂഹം ശരിക്കും വർഗീയമായി ചേരിതിരിക്കപ്പെട്ടു. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തോടൊരു വലിയ വഞ്ചന കാണിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന സൗഹാർദ്ദം ഒരു കെട്ടിയടിച്ചേൽപ്പിക്കുന്ന ഒരു മതസൗഹാർദ്ദമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിയെടുത്തു. അതിൽ ഇടതുപക്ഷ എഴുത്തുകാരും ഇടതുപക്ഷ ചിന്തകരും ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മുഖ്യമായിട്ട് ഈ കേരളത്തിന്റെ തനത് സംസ്കാരം നിലനിന്നാൽ BJPക്ക് അത് ഗുണമാകും എന്നുള്ള ഭയം കാരണമായിരിക്കണം അവർ പലപ്പോഴും കേരളത്തിലെ ഈ പരസ്പര വൈരം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും മുതലെടുത്തു. ആടുകൾ കൂട്ടിയിടിക്കുമ്പോൾ മുതലെടുക്കുന്ന ചെന്നായെ പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആണ് കേരളത്തിലെ ഒരു കാരണം കഴിഞ്ഞ പിണറായി സർക്കാരും അവർ 2000-ന് ശേഷം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ട്. ആ ന്യൂനപക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് പാർട്ടി ഉണ്ടാക്കിയെടുത്തതാണ്. അത് ഭൂരിപക്ഷ വിരോധം സൃഷ്ടിച്ചും അങ്ങനെയുള്ള ക്യാമ്പയിനുകളിലൂടെയുമാണ് ഇത് വളരെ ഭംഗിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയെടുത്തത്. അതിന്റെ പ്രയോജനം അവർക്ക് കുറെ നാൾ കിട്ടി. പക്ഷെ ഇപ്പം അതെല്ലാം പോയി. ബംഗാളിലും അങ്ങനെ തന്നെ ആയിരുന്നു. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു വിരോധവും പിന്നീട് RSS വിരോധവും ഉണ്ടാക്കി. അവസാനം എന്ത് സംഭവിച്ചു? ആ മുസ്ലിം വോട്ടുകൾ മുഴുവൻ തൃണമൂലിലേക്ക് പോയി. പിന്നീട് തൃണമൂലിൽ ഇപ്പൊ അവിടെ BJP ഭരണം തുടങ്ങി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വികട ബുദ്ധിയുണ്ട്. അതിനാണ് അവർ പേരിട്ടിരിക്കുന്ന അടവ് നയം എന്നാണ്. EMS നമ്പൂതിരിപ്പാടാണ് ഈ അടവ് നയം കൊണ്ടുവന്ന ആള്. ആ അടവ് നയത്തിൽ നിന്നാണ് അയഥാർത്ഥമായ ഒരു ലോകം ഇവിടെ സൃഷ്ടിച്ചതും ഇവിടെ പരസ്പരം വിദ്വേഷം വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും ഒടുവില് മലയാളികൾ തമ്മി കൊല്ലുന്ന ഒരവസ്ഥ. ഇപ്പൊ ഈ ഉസ്ബെക്കിസ്ഥാനിൽ സംഭവിച്ച എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായ സദറുൽ അനം, ദേവം മലപ്പുറം സ്വദേശിയാണ്. ആ സദറുൽ അനം ഹരിപ്പാട് സ്വദേശിനിയായ സവാരിയ ബസന്ത് എന്ന കുട്ടിയെ
തന്റെ ലാപ്ടോപ്പ് കൊണ്ട് തലയ്ക്ക് അടിച്ചു കൊന്നു എന്നാണ് പറയുന്നത്. ആ നാട്ടുകാരപ്പം മലയാളികളെ കുറിച്ച് എന്തായിരിക്കും ധരിക്കുന്നത്? അത് എനിക്ക് എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. നാളെ മലയാളികളെ ഉസ്ബെക്കുകൾ കാണുന്നത് ഏത് കണ്ണിലായിരിക്കും? സ്വന്തം നാട്ടിൽ കിടന്ന് ഈ തല്ലിക്കൊല്ലാനായിട്ട് അവിടെ വരെ പോണോ? ഇവിടെ തന്നെ അതിനുള്ള സാഹചര്യം ഇല്ലേ? സദറുൽ അനത്തിന് കേരളത്തിൽ തന്നെ ഇതൊക്കെ നടപ്പാക്കി കൂടെ? അതുപോലെ തന്നെ ഈ മുഹമ്മദ് സനൂഫ്, അതായത് കാശ്മീർ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ജീവത്യാഗം ചെയ്ത ഒരു മലയാളിയുടെ മകളിട്ട പോസ്റ്റിന് താഴെ കൊണ്ടിപ്പോ ഒരു കമന്റ് എഴുതുക എന്ന് പറഞ്ഞു. ഇവനൊക്കെ എന്ത് മനുഷ്യരാണ്? ഇയാൾക്കൊന്നും മനുഷ്യത്വമില്ലേ? കേരളത്തിലെ കാര്യം ആദ്യം നോക്കി, എന്നിട്ടാകട്ടെ കാശ്മീരികളുടെ പുറകെ പോകുന്നത്. ഇവിടെ ഇപ്പൊ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അവർ ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കാം. അപ്പോഴാണ് ഇവിടെ കാശ്മീർ തീവ്രവാദികളെ സഹായിക്കാനായിട്ട് ഇവിടെ മലയാളികൾ കച്ചയും മുറുക്കി ഇറങ്ങിയിരിക്കുന്നത്. ഇവനെയൊക്കെ അന്നേരം പിടിച്ച് മാതൃകാപരമായിട്ട് ശിക്ഷിക്കേണ്ടതല്ലേ? ഏതായാലും കേരള പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന് ഒരു അഭിനന്ദനം അതിന്റെ പേരിൽ. അതുപോലെ തന്നെയായിരുന്നു ഈ ലണ്ടനിൽ നടന്ന സംഭവം. അരവിന്ദ് കുമാർ എന്ന വ്യക്തി സൽമാൻ സലീം എന്ന മലപ്പുറംകാരനെ കാണുന്നു, അദ്ദേഹത്തിനെ വിളിച്ചു കയറ്റി വീട്ടിൽ താമസിപ്പിക്കുന്നു. അവസാനം അരവിന്ദ് കുമാറിനെ കൊന്ന സൽമാൻ സലീം ജയിലിലോട്ട് പോകും. ഇവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തികൾ കാണിക്കുന്നത്? ഇവരെയൊക്കെ ഈ രീതിയിൽ മാനസികാവസ്ഥയിലേക്ക് ആരാണ് കൊണ്ട് എത്തിച്ചത്? അപ്പം ഇതിന്റെ പിന്നിൽ ചുമ്മാതൊന്നുമല്ല ഈ മാറ്റം. നമ്മൾ കാണുന്ന കേരള സമൂഹത്തിൽ കാണുന്ന ഈ വ്യാജ ശാന്തതയുണ്ടല്ലോ, അതിന്റെ പിന്നിൽ ഒരു ഡോർമെന്റ് ആയിട്ടുള്ള, അതായത് അടങ്ങിക്കിടക്കുന്ന പുകയുന്ന ഒരു അഗ്നിപർവ്വതം കിടപ്പും. കേരള സമൂഹത്തിൽ ആധിപത്യത്തിനായിട്ട് ശ്രമിക്കുന്ന ചില ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തീവ്രവാദവും അതുപോലെ മതമൗലികവാദവും ഒക്കെ വേരുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ തീവ്രവാദവും മതമൗലികവാദവും ഒക്കെ പലരുടെയും മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. കാരണം നമ്മളിപ്പോ പല കാര്യങ്ങളും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ താഴെ വന്ന് പോസ്റ്റ് ഇടുന്ന ആൾക്കാരുടെ ഒരു കമന്റുകളുടെ ഉള്ളിലെ സ്വഭാവം നമുക്ക് നോക്കി അറിയാം. അവർ പ്രചോദിതരായിരിക്കുന്നത് ഇത്തരം തീവ്ര ആശയങ്ങൾ, ഭീകര ആശയങ്ങളിൽ കൂടെ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ അവരെ ആക്കിയെടുത്തതിൽ കേരളത്തിലെ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അതിന്റെ കുറെ ആൾക്കാർ. കാരണം അവര് എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ട് ഇപ്പൊ കേരളത്തിലെ PSC വരെ നമുക്കറിയാമല്ലോ, പരീക്ഷകളെ വെറും നോക്കികുത്തികളായിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കാരെ കയറ്റും. വിദ്യാഭ്യാസ മേഖല മുഴുവൻ തകർത്തു. അപ്പൊ ഇങ്ങനെ അടിസ്ഥാന മൂല്യങ്ങൾ തകർത്തു കഴിഞ്ഞപ്പോൾ എന്തും ശരിയാകാമെന്നായി. അപ്പോഴാണ് ആത്മവഞ്ചനയുടെ ഒരു മുഖംമൂടി എടുത്തിട്ട് രാവിലെ അങ്ങ് ഇറങ്ങുന്നത്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടവും മതേതരത്വവും പിന്നെ ഒന്നാം നമ്പർ, കേരളം ഒന്നാം നമ്പർ എന്നുള്ള ചില മുദ്രാവാക്യങ്ങളും ചേർത്ത് പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ വാക്കുകളുടെ അർത്ഥം പോലും മാറ്റിക്കളഞ്ഞ അപ്പുറത്തോന്നും. ചേർത്ത് പിടിക്കുക, അതുപോലെ രക്ഷാപ്രവർത്തനം, ആൾക്കാരെ തല്ലിക്കൊല്ലുന്നതിനെ പറഞ്ഞിരുന്നാണ് രക്ഷാപ്രവർത്തനം. അപ്പൊ ഇത്തരം ഒരു വ്യാജ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. ഇതൊന്നും പുറത്തു കിടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാണ്. സത്യമായിട്ട് പറയുക, നമ്മുടെ തെറ്റുകളെ നമ്മൾ തിരുത്തുക. നമുക്കില്ലാത്ത ഗുണങ്ങൾ വേണ്ട. നമ്മുടെ സമൂഹം, കേരള സമൂഹം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്ന സമൂഹമാണ്. ആ തിരിഞ്ഞു നോക്കിയിട്ട് നെല്ലിനെ നെല്ലായിട്ടും പതിരിനെ പതിരായിട്ടും മാറ്റിയാൽ ഇനിയും സമയം ബാക്കിയുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ മാത്രമല്ല, ഒരു വിഭാഗം മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും ഈ ദുരിതവും ദുഃഖവും അനുഭവിക്കാൻ പോവുകയാണ്. എന്തായാലും ശരി, ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. എല്ലാവർക്കും നമസ്കാരം.